മക്കളെ ഞാൻ ഇന്ന് വന്നിക്കണ് ഇവിടെ ഈ തിരൂര് പറവണ്ണ ബീച്ചിക്കാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഉണ്ണിയാൽ ബീച്ചിക്ക് പോകണം. അപ്പോൾ പറവണ്ണ ബീച്ചിൽ നിങ്ങൾ ഒന്ന് വന്ന് നോക്കി എന്താണ് ഇവിടുത്തെ വൈബ് നോക്കി. എന്താ പൊളി വൈബല്ലേ. ഞാനിവിടെ ഈ എന്താണ് ഈ കടപ്പുറത്ത് വന്നിട്ട് ഭയങ്കര അന്താളിച്ച് പോയി എന്നറിയാം. അങ്ങനത്തെ ഒരു ഇതാണ്. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഇത്ര ഒരു സെറ്റപ്പ് ആക്കി വരുമെന്നും. അപ്പോൾ ആ കാണാനാണ് അതിൽക്കൂടി പോയാൽ ഉണ്ണിയാലും ബീച്ചിലേക്ക് എത്തും. ഒരു 500 മീറ്റർ പോയാൽ മതിയാവും. പിന്നെ ഈ കടപ്പുറത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കടൽ വേറെ അങ്ങനെ വലിയ ക്രൗഡൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു ഇതുണ്ട്, ഒരു മനസ്സമാധാനത്തോടു കൂടി നമുക്ക് വെള്ളം വെള്ളം കയറി. പിന്നെ ഇവിടെയാണ് പാർക്കിങ്ങിൻ്റെ ഒരു ഭാഗം അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പാർക്ക് ചെയ്യാം. അങ്ങനെ വന്നുകാണ്ട് വരിക. ദൂരത്തുനിന്ന് വരുന്നവർക്കും പൊളിയാവും. കാരണം കുറച്ച് ബീച്ചുകളുണ്ട് ഇവിടെ അടുത്ത് തന്നെ. ഉണ്ണിയാൽ ബീച്ച്, താനൂര് ബീച്ച്, അങ്ങനെ പരപ്പരങ്ങാടി ബീച്ച് എന്നൊക്കെ പറയും. ഒക്കെ അടുത്ത് തന്നെയാണ്. അപ്പം ഞാൻ അങ്ങനെ നടന്നു നോക്കുകയാണ്. നടന്നു നോക്കിക്കാണ്ട് ചായ കുടിക്കാൻ വേണ്ടി. ചായ കുടിക്കാൻ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നിട്ടുണ്ട് ചായ കുടിക്കാൻ. അപ്പോൾ എനിക്കൊരു പഴംപൊരിൻ്റെ ആളാണ് ഞാൻ. അപ്പോൾ പഴംപൊരി തിന്നിട്ട് അപ്പോൾ ചായ കൊണ്ടുവന്ന് കുഴപ്പമില്ല, നല്ലൊരു ചായ. അപ്പം നമ്മൾ ഇവിടുന്ന് വിടുകയാണ്. നേരെ എവിടേക്കാണ്? ഇതാണ് ഉണ്ണിയാൽ ബീച്ച്. ഞാൻ പറഞ്ഞില്ലേ അവിടെ നിന്ന് നടന്നാൽ മതി എന്ന്. ആ ഭാഗത്തു നിന്ന് നടന്നാൽ മതി, ഇങ്ങോട്ടെത്തും. അപ്പോൾ ഞാൻ ഇവിടെ അത്യാവശ്യം എന്താ പറയുക, കുറച്ചും കൂടി സ്പേസ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. കുറച്ചും പാടി ഏരിയ ഉള്ള മാതിരി തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ ഞങ്ങൾ നടന്നു നോക്കാം, കടലിൻ്റെ അങ്ങോട്ട് ഇങ്ങനെ നടന്നു നോക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടൽ വല്ല ശാന്തമായിട്ട് ഇങ്ങനെ വരികയാണ്. ഐസ്ക്രീം കടയും ഇതൊക്കെ ഉണ്ട്. അത് കാണണം ഞാൻ ഉണ്ണിയാൽ ബീച്ച് അല്ല, സോറി, പറവണ്ണ ബീച്ച് കേട്ടോ. ആ ഭാഗത്ത് പോയി. അപ്പോൾ ഇതാണ് ആകെ നനഞ്ഞു കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെരുപ്പ് വെള്ളം കയറുന്ന ചെരുപ്പിന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ പാറക്കെട്ടിൻ്റെ അവിടേക്ക് ഒന്ന് നടന്നു നോക്കുകയാണ്. പാറമ്മ കയറി ഇനിയിപ്പം ഇങ്ങനെ പോയി നോക്കുകയാണ്. ഇങ്ങനെ ഒരു നടത്ത അത്ര സുഖമൊന്നുമല്ല. പിന്നെ എന്താ വെച്ചാൽ ഇങ്ങനെ നടന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെന്താ പറയുക മക്കളെ, നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വരണം എന്നാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ഈ ചാനൽ. ഞാൻ പറയാൻ വിട്ടുപോയി. സബ് കയറിയിട്ടില്ല തീരെ. എനിക്ക് സബ്സ്ക്രൈബ്. അപ്പോൾ എന്താണ് ഞാനിങ്ങനെ നടന്നിട്ടേ എന്താ പറയുക, ഈ പാറൻ്റെ മേലെ കൂടെ ഒക്കെ നടന്നിട്ടുണ്ട് ഞങ്ങൾ. ഇങ്ങനത്തെ ഈ ബീച്ചുകളിലൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ. പിന്നെന്താ മക്കളെ, വേറെന്താണ്? ഇത് വൈകുന്നേരം കേട്ടോ. വൈകുന്നേരം ഞാൻ ഒരു പോക്കാണ് പോയതാണ്. ഞായറാഴ്ച വീക്കെൻഡിൽ ഒരു പോക്കാണ് പോയതാണോ. ഇവിടെ ചെക്കായി തോന്നുന്നു അല്ലേ, നടക്കാൻ പറ്റണില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി നോക്കാം കേട്ടോ. ഇങ്ങോട്ട് ഇറങ്ങി നോക്കുകയാണ്. ഞാൻ ഇങ്ങനെ തിരിഞ്ഞടിക്കുകയാണ്. എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല. എവിടേക്ക് ഇറങ്ങണം, അവിടെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ എന്ന് ഇങ്ങനെ നോക്കിക്കോ. ഏതായാലും ഞാൻ ഇവിടേക്ക് അല്ലാണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ചാടി ഞാൻ അങ്ങനെ നടന്നു നോക്കുകയാണ്. നടന്നിട്ട് എങ്ങനെ ഈ റോഡ് കൂടി നേരെ. അപ്പോൾ അവിടെ ഒരു പറഞ്ഞിങ്ങനെ അവിടെ ഒരു പാർക്ക് വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു നോക്കാം അല്ലേ, നമുക്കിങ്ങനെ നടന്ന് നോക്കാം. അങ്ങനെ നടന്ന് കുഴപ്പമില്ല. ഒരു നല്ലൊരു സീനുള്ള പോലെ ഉണ്ട് തോന്നുന്നില്ലേ. ആ ഒരു എന്താണ് തെങ്ങൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് നടന്നു നോക്കാം. അപ്പോൾ മക്കളെ എന്താണ്, നിങ്ങൾ ഫാമിലിനെ കൂട്ടിയൊക്കെ വരണം. അതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഫ്രണ്ട്സുമായിട്ടൊക്കെ വരിക ഇങ്ങോട്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാറ്റ് കൊള്ളാം, നല്ല കാറ്റാണ്. ആ ഒരു വൈബ് ഉണ്ടാവുമല്ലോ. ആ വീടാളെ കണ്ടില്ല, ആ കടപ്പുറത്തുള്ള ആ ഒരു വീടാളാണ് അതൊക്കെ. ഇവിടെ വലിയ ക്രൗഡൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നല്ലൊരു ഇതായിരിക്കും. പിന്നെ നമുക്കങ്ങനെ ക്രൗഡൊന്നും വേണമെന്നില്ലല്ലോ. കുറച്ചൊക്കെ ഒരു മിനിമം ക്രൗഡ് വേണം, അതുണ്ട്.
അപ്പം ഞങ്ങൾ ഇവിടുന്ന് പോവാട്ടോ. ഇതാണ് ചായവാല, തിരൂർ ചായവാല. ചായവാല എത്തി. ചായവാല എന്നൊരു സിഗ്നേച്ചർ ചായ കുടിക്കാനുള്ള പ്ലാനാണ്. നല്ല ചായ എന്ന് ഒരു റിപ്പോർട്ട്, അതായത് എന്നോട് ചങ്ങായിമാരൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാനിവിടുന്ന് കടിയൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നമ്മൾ വെറൈറ്റി കടികളുണ്ട്, ഇതുവരെ കഴിക്കാത്ത കടി 2 പറയാനുള്ള രീതിയിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പോക്കറ്റ് ഷവർമയും പിന്നെ ഒരു ചിക്കൻ കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞില്ല. ഇതാണ് സിഗ്നേച്ചർ ചായ. അപ്പോൾ അതും പിന്നെ ചിക്കനിൻ്റെ അതൊരു ബ്രോസ്റ്റ് പോലത്തെ സാധനമാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് പോവുകയാണ് തിരൂരിൽ നിന്ന്. ബൈ ആൾ.